രാജ്യത്ത് വിവിധയിടങ്ങളിൽ LPG പ്രതിസന്ധി തുടരുകയാണ്. മുംബൈയിൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. തുറന്നു പ്രവർത്തിക്കുന്ന ഏതാനും ചില ഹോട്ടലുകൾ അവിടെ വിഭവങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചെന്നും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രന്റെ റിപ്പോർട്ട്. LPG പ്രതിസന്ധി മുംബൈയിൽ ഒരു തരത്തിലും മാറിയിട്ടില്ല. ഇന്നും അതേ അവസ്ഥ തന്നെ. ഭൂരിഭാഗം ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നു. തുറന്നത് തന്നെ വളരെ കുറച്ച് ഹോട്ടലുകൾ, അതിൽ തന്നെ വിഭവങ്ങൾ വളരെ കുറവ്. ഞാനിപ്പോൾ ഉള്ളത് കലീനയിലാണ്. കലീനയിലെ തലശ്ശേരി കഫേയിലാണ്. അതിന്റെ ഉടമസ്ഥൻ അനിൽകുമാർ കൂടി ചേരുന്നത്. എന്താണ് അവസ്ഥ? അല്ല, ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഗ്യാസ് ഒന്നും വരുന്നില്ല ഇവിടെ. കൊമേഴ്സ്യൽ ഗ്യാസ് കിട്ടാനേ ഇല്ല ഇവിടെ. ചിലരൊക്കെ ഈ ഗാർഹിക ആവശ്യത്തിന് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന സിലിണ്ടറുമായിട്ട് എടുത്തു വരുന്നുണ്ട്. അവരൊക്കെ അത് ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ പോലീസ് 2-3 ഹോട്ടൽ റെയ്ഡ് ചെയ്ത് അവർക്ക് ഫൈൻ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതും ഇപ്പം നടക്കുന്നില്ല. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് നമുക്ക് പാചകക്കാരനോട് കൂടി ചോദിക്കാം. പക്കിയ, അദ്ദേഹം വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നതാണ്. പുട്ട്, കടല എല്ലാം ഉണ്ടാ? ഒന്നുമില്ല. ഇഡ്ഡലി മാത്രം. ഇഡ്ഡലിയാണ് മാത്രം. ഗ്യാസ് ഇല്ല ചേട്ടാ, ഒന്നുമില്ല. ഗ്യാസ് ഇല്ലാത്ത 8 ദിനത്തെ ഒന്നുമില്ല ഗ്യാസ്. ഒരേ ഗ്യാസ് ബാക്കി എഴുതി. ചെറിയ ഇഡ്ഡലി മനസ്സിലായി. ഒന്നുമില്ല, മാത്രം ഇഡ്ഡലി, വേറെ ഒന്നുമില്ല. അവിടെ ഉപ്പ് കൊടുത്തേ. ഉച്ചയ്ക്കോ? ലഞ്ച് തന്നെ ബിരിയാണി മാത്രം. ബിരിയാണി കുറവേ ബിരിയാണി. ബസ് ചിക്കൻ, മട്ടനോ? ഇല്ല. മുട്ട ബിരിയാണി മതി, മാത്രമില്ല. അപ്പൊ അതാണ്, വിഭവങ്ങൾ കുറച്ചും ഒക്കെ ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കരിയും ചിരട്ടയും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം താൽക്കാലികമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ഹോട്ടലുകൾ ആ തരത്തിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടങ്ങുന്നുണ്ട്. ഗാർഹിക ആവശ്യത്തിലുള്ള സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പിടിവീഴുന്നുണ്ട്. അവർക്ക് വലിയ ഭീമമായ പിഴ കൊടുക്കേണ്ടി വരുന്നു. ആ സിലിണ്ടറുകൾ കിട്ടുന്നത് തന്നെ കരിഞ്ചന്തയിൽ നിന്നാണ്. വലിയ തുക കൊടുത്താണ് വാങ്ങുന്നത്. അങ്ങനെ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം, റെസ്റ്റോറന്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം മുംബൈയിൽ പ്രശ്നം ഗുരുതരമാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് കൂടി ക്ഷാമം നേരിടുന്നു എന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാൻപാട അടക്കമുള്ള മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ കൂടുതൽ കപ്പലുകൾ മുംബൈ അടക്കമുള്ള തുറമുഖങ്ങളിലേക്ക് എത്തി, രാജ്യത്തേക്ക് എത്തി. LPG വിതരണം പഴയപടി ആവാൻ വളരെ വേഗത്തിലാവണം എന്നതാണ് എല്ലാവരും ഒരേപോലെ പ്രതീക്ഷിക്കുന്നത്, പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.